ആൻസൈറ്റി ഡിസോർഡറും അതിൻ്റെ സിംറ്റംസുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് കണ്ടതിന് ശേഷം, ആ വീഡിയോ കണ്ടതിന് ശേഷം പലരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയും എന്നെ വിളിക്കുകയും ചെയ്തു. അതിൽ പലരും പറഞ്ഞ് ഞങ്ങൾക്ക് ഈ സിംറ്റംസ് ഉണ്ട് എന്ന് പറയാനായിട്ട്. എനിക്കതിനെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, കൂടുതൽ ആൾക്കാർക്കും ഉള്ള സിംറ്റം കോഗ്നിറ്റീവ് സിംറ്റമാണ്. 2 തരത്തിലാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, മരുന്നിലൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, സൈക്യാട്രിസ്റ്റിനെ കണ്ട് മരുന്നിലൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. 2, ഞാൻ സാധാരണ ചെയ്യുന്നത് CBT ആണ്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയും. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവർക്ക് ഞാൻ സിമ്പിളായിട്ട് പറയാം. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ, കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ചിന്തകളാണ്, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സ്വഭാവമാണ്. എന്നാൽ ഇത് രണ്ടും നമ്മളുടെ ഇമോഷൻസിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പ്ലാൻ ചെയ്യും. ആൻസൈറ്റിക്ക് ചെയ്യുന്ന CBTയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ആൻസൈറ്റി ട്രയാങ്കിളാണ്. ആൻസൈറ്റി ട്രയാങ്കിൾ 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, ഫിയർഫുൾ തോട്ട്സ് ആണ്, നമ്മുടെ ചിന്തകളിൽ ഫിയർഫുൾ കണ്ടൻസ് വരും. 2, സിംറ്റംസ് ആണ്, അതിൽ കൂടുതലും ഫിസിക്കൽ സിംറ്റംസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. 3, സേഫ്റ്റി ബിഹേവിയർ ആണ്. ഈ 3 കാര്യങ്ങളും ഒരു ആൻസൈറ്റി ഉള്ള വ്യക്തിക്ക് ഈ 3 കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഈ 3 ഘടകങ്ങളെയും വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് CBTയിൽ നമ്മൾ ചെയ്യുന്നത്. അന്നേരം ആദ്യം നമ്മൾ കൂടുതലും ഫിസിക്കൽ സിംറ്റംസിനെ ഫോക്കസ് ചെയ്ത് ചില റിലാക്സേഷൻ എക്സസൈസും തെറാപ്പീസും ഒക്കെ ആയിരിക്കും ആദ്യം നമ്മൾ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് തോട്ട്സിനെ വർക്കൗട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കുറേ എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂന്നാമത് നമ്മൾ നമ്മുടെ ബിഹേവിയറിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതും കുറേ ക്ലാസ്സസും എക്സസൈസുകളും ഹോംവർക്കുകളൊക്കെ ഉണ്ട്. അന്നേരം ഇങ്ങനെ 3ഉം നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ യൂഷ്വലി 10 to 12 സെഷൻസ് ആണ് CBT സെഷൻ ആൻസൈറ്റിക്ക് എടുക്കുന്നത്. അത് അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആൻസൈറ്റി ഡിസോർഡറിനെ ഓവർകം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നതായിരിക്കും.